ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെതിരെ പ്രഥമ ദൃഷ്ടിയാൽ തെളിവുകൾ ഹാജരാക്കാൻ SITക്കായില്ല. അറസ്റ്റിലായി 43-ാം ദിവസം ശ്രീകുമാറിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ കേസിലെ മറ്റു പ്രതികളും ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കും. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ശ്രീകുമാറിന് പങ്കുണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇതിലൊരു തെളിവുകൾ പോലും ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞില്ല. മുരാരി ബാബുവിന് പിന്നാലെ ശ്രീകുമാർ ശബരിമലയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായി തന്നെ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോകാൻ തീരുമാനമായിരുന്നു. പാളികൾ കൊണ്ടുപോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിതനായത്. തുടർന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മഹസറിൽ ശ്രീകുമാർ ഒപ്പുവെച്ചു എന്നതാണ് ജാമ്യ ഉത്തരവിൽ പറയുന്നത്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീകുമാറിന് വ്യക്തിപരമായോ ഔദ്യോഗികപരമായോ ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്നും ജാമ്യ ഉത്തരവിലുണ്ട്. മഹസറിൽ ഒപ്പുവെച്ചതല്ലാതെ മറ്റു കാരണങ്ങളൊന്നും ശ്രീകുമാറിനെതിരെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അഡ്വക്കേറ്റ് M. അനിൽ പ്രസാദാണ് എസ് ശ്രീകുമാറിനായി ജാമ്യ ഹർജി സമർപ്പിച്ചത്. കേസിൽ മുരാരി ബാബുവിന് ശേഷം ജയിൽ മോചിതനാകുന്നയാളാണ് ശ്രീകുമാർ. മറ്റു പ്രതികൾക്ക് 90 ദിവസം കഴിയുള്ള സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. ശ്രീകുമാറിന് മാത്രമാണ് അറസ്റ്റിലായി 43-ാം ദിനം ജാമ്യം ലഭിക്കുന്നത്. മറ്റൊരു പ്രതി സുധീഷ് കുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായി. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സുധീഷ് കുമാറിനും സ്വാഭാവിക ജാമ്യം ലഭിച്ചേക്കും. ജനം, കൊല്ലം.